കേരളത്തിലെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് മന്ത്രി വീണ ജോർജിന് നൽകണമെന്ന് കെ സുരേന്ദ്രൻ. മന്ത്രിയായതിനു ശേഷം വീണ ജോർജിന് മറ്റു പല കാര്യങ്ങളിലുമാണ് ശ്രദ്ധ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയ്ക്കെതിരെ BJP നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ 11 വർഷങ്ങൾക്കുള്ളിൽ ആവശ്യത്തിന് ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കണക്ക് പുറത്തുവിടാൻ മന്ത്രി തയ്യാറാകുന്നുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിന് ആരോഗ്യത്തിനും അല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ താല്പര്യമില്ലാത്ത മന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവര് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു, വിദ്യാസമ്പന്നയാണ്, കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ അവര് മന്ത്രിയായതിനു ശേഷം അവരേതോ കൊമ്പത്തിരിക്കുന്നത് പോലെയാണ്. അവർ മന്ത്രിയായതിനു ശേഷം അവരുടെ ഡ്യൂട്ടി അത് ഡിസ്ചാർജ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ല. വേറെ പല കാര്യങ്ങളിലുമാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് കൊടുക്കേണ്ട മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നമ്പർ 1 കേരളം എന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്പർ 1? മരുന്നില്ലാത്തതിൽ നമ്പർ 1, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിൽ നമ്പർ 1, ഡോക്ടർമാരില്ലാത്തതിൽ നമ്പർ 1, നഴ്സുമാരില്ലാത്തതിൽ നമ്പർ 1, ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാത്തതിൽ നമ്പർ 1, ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാത്തതിൽ നമ്പർ 1, ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ലാത്ത കാര്യത്തിൽ നമ്പർ 1. എന്താ നമ്പർ 1? അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, മെഡിക്കൽ കോളേജിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ വളരെ രൂക്ഷമായി തന്നെ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ടല്ലോ. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ചെറിയ രീതിയിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് വെന്റിലേറ്ററിലാക്കിയ സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളത് എന്നതാണ് ഗുരുതരമായ ഒരു ആരോപണം കെ സുരേന്ദ്രൻ നടത്തിയത്. അതുപോലെ തന്നെ നമ്പർ 1 ആരോഗ്യ വകുപ്പാണ് എന്ന മേനിനടിക്കുന്ന സർക്കാർ ഏത് കാര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നമ്പർ 1 എന്ന് വ്യക്തമാക്കാനും തയ്യാറാകണം. മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത ആരോഗ്യ വകുപ്പാണോ, അല്ലെങ്കിൽ മരുന്നിന്റെ പേരിൽ മെഡിസിൻ കമ്പനികളിൽ കൊള്ളയടിക്കുന്നതിന്റെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ ചികിത്സ തേടിയെത്തുന്ന കുട്ടികളടക്കമുള്ളവർ മരണപ്പെടുന്നതിന്റെ കാര്യത്തിലാണോ? ഇങ്ങനെ എണ്ണി പറഞ്ഞുള്ള ആരോപണമായിരുന്നു BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയത്. ആരോഗ്യ മേഖലയെ താറുമാറാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ആരോഗ്യവകുപ്പിന് വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞുവെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ നിലവിൽ BJP നടത്തിയിരിക്കുകയാണ്. സ്വന്തം ആരോഗ്യത്തിനും കുടുംബത്തിന്റെ ആരോഗ്യത്തിനും വേണ്ടി മാത്രമാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്നും അവർ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം ഒരു തരത്തിലുമുള്ള അവരുടെ ജോലി, അതായത് ജനങ്ങളെ നോക്കാനുള്ള ഒരു ജോലിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം കൂടി BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP തീരുമാനമെടുത്തിരിക്കുന്നത്. ദേവിക. ശരി.